സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഹരിയങ്ങളായിട്ട് തന്നെ അരുന്ധതിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും അരുന്ധതി ചന്ദ്രോത്ത് വന്ന് ഒരുപാട് ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് പ്രഭാവതിയും ദേവികയും വിചാരിക്കുന്നത് ഈ ഋഷിയെ കാണാത്തതിൻ്റെ വിഷമമാണ് അവർ കാണിക്കണേന്ന്. പക്ഷേ ഇതെല്ലാം ഇവരുടെ അഭിനയാന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവണില്ല. അങ്ങനെ അരുന്ധതി ലാസ്റ്റ് പോകാൻ നേരത്ത് പ്രഭാവതിക്ക് താക്കീത് നൽകുന്നുണ്ട്, ഇനി ആ ജഡ്ജ് എൻ്റെ വീട്ടിലോട്ട് വരാൻ പാടില്ല എന്ന്. അങ്ങനെ അരുന്ധതി പോയി കഴിഞ്ഞതും പ്രഭാവതിയാണെങ്കിൽ ആകെ സങ്കടത്തോടുകൂടി ദേവികയോട് പറയുന്നുണ്ട്, മോളെ അതൊരു അമ്മയുടെ സങ്കടം നമ്മളിപ്പോൾ കണ്ടത്, മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ സങ്കടം. ഞാൻ അവസാനം എല്ലാം കൈവിട്ട് പോകുന്ന വിചാരിച്ചത്, എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്ന് വിചാരിച്ചു. പിന്നെ ഋഷിയെ കാത്തിരിക്കണ അമ്മയാണ് അരുന്ധതി. അതുപോലെ എൻ്റെ മകൻ്റെ കാര്യം ഓർത്തപ്പം എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. അന്നേരം ദേവിക പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവണില്ല അമ്മേ. എന്തായാലും ഹരിയങ്ങൾ കഴിഞ്ഞ ദിവസം അരുന്ധതി മേഡത്തെ പോയി കണ്ടിട്ട് വന്നപ്പം എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ മേഡത്തിൻ്റെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് ആ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു. മേഡം എന്ത് ചെയ്യാനും മടിക്കില്ല. മേഡം അത്രയ്ക്കും സങ്കടത്തില്ല. എന്തായാലും നന്ദു സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല. നേരം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും മോളെ എന്ന് പറയുമ്പം എനിക്കൊന്നും അറിയില്ല അമ്മേ, എന്തായാലും വരുന്നത് പോലെ വരട്ടെ, എല്ലാം വിധിയാന്ന് വിചാരിക്കാമെന്നും പറഞ്ഞ് ദേവിക പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയും ഗിരീഷിനെയും ഗിരീഷിൻ്റെ അമ്മേനെയാണ്. രജനിയാണെങ്കിൽ ഗിരീഷിനോട് ചോദിക്കുന്നുണ്ട്, ആ അരുന്ധതി ശരിക്കും നന്ദുവിനെ അപ്പോൾ കൊടുക്കൂല്ലേ എന്ന് ചോദിക്കുമ്പം ഒന്നും പറയാൻ പറ്റില്ല രജനി. എന്തായാലും അവരിന്ന് വന്ന് ചന്ദ്രോത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ, ആ സ്ഥിതിക്ക് അവർ നന്ദനെ വെറുതെ വിടാൻ പോകുന്നില്ല. നമുക്കിനി ആ അരുന്ധതിയെ പോയി കണ്ട് സത്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്ന് അന്നേരം ഗിരീഷൻ പറയുന്നുണ്ട്. എന്നിട്ട് എന്തിനാ, അവർ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ നന്ദനെ കൊല്ലും. ഇതിപ്പോൾ അറിയാതിരിക്കണേ നല്ലത്. എന്തായാലും ഹരിസാർ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. ഹരിസാറിൻ്റെ തീരുമാനം പോലെ നടക്കട്ടെ. പിന്നെ ഹരിസാറിന് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. അന്ന് അരുന്ധതി മേഡത്തെ ചെന്ന് കണ്ടപ്പം ഹരിസാറിന് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു മകനെ കാണാതായ അമ്മയുടെ സങ്കടമോ വിഷമമൊന്നും അരുന്ധതി മേഡത്തിന് ഉണ്ടായിരുന്നില്ല എന്ന്. അതുമാത്രമല്ല, കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ വലിയ താല്പര്യവും കാണിച്ചില്ല. അരുന്ധതി മേഡത്തിനോട് കേസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴൊക്കെ മേഡത്തിന് പേടിയ മുഖത്ത് കണ്ടേന്ന ഹരിസാറ് പറഞ്ഞ്. എന്തൊക്കെയോ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് തന്നെ ഹരിസാറ് വിശ്വസിക്കണം. എന്തായാലും ഹരിസാറ് അധികം വൈകാതെ തന്നെ ആ സത്യങ്ങളെല്ലാം കണ്ടെത്തുന്നു. അന്നേരം രജനി പറയുന്നുണ്ട്, നന്ദുവിനെ പോലീസ് കൊണ്ടുപോകണതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. നന്ദൻ്റെ ജീവിതം പിന്നെ ജയിലിലായി തീരില്ല ഗിരി എന്ന് ചോദിക്കുമ്പം ഈ ഗിരീഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ നന്ദൻ സ്റ്റേഷനിൽ കീഴടങ്ങണ തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. എന്തായാലും ആ അരുന്ധതി മേഡത്തെക്കുറിച്ച് കേട്ടിടത്തോളം അവർ ഭയങ്കരമായ ഒരു സ്ത്രീയാണെന്ന്. അന്നേരം ഗിരീഷൻ പറയുന്നുണ്ട്, നന്ദന കൊന്നേന്ന് അറിഞ്ഞാൽ നന്ദനെ കൊല്ലാനും അവർ മടിക്കൂലാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതിനെയും ദേവികേനെയാണ്. ചന്ദ്രമതി ദേവികയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിൻ്റെ തീരുമാനം എന്ന് ചോദിക്കുമ്പം ഞാൻ എന്ത് പറയാനാ ആൻറ്റി, എന്തായാലും ആദ്യം ആര്യങ്ങൾ പോയി വന്നപ്പം എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അരുന്ധതി മേഡത്തിന് ഋഷിയുടെ കാര്യത്തിൽ വലിയ സങ്കടമൊന്നുമില്ലയെന്ന് കേട്ടപ്പം എന്തൊക്കെയോ സത്യങ്ങൾ ഇനി മറിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് തോന്നി. പക്ഷേ ഇന്ന് അരുന്ധതി മേഡം വീട്ടിൽ വന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. അന്നേരം അവരുടെ മുഖത്ത് ഒരമ്മയുടെ വേദനയും സങ്കടവും ഞാൻ കണ്ടു. അതിനെ ഞങ്ങൾക്ക് കണ്ടില്ലെന്ന് വയ്ക്കാൻ പറ്റില്ല ആൻറ്റി. എന്തായാലും നന്ദു കൊന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട്, ഇതിപ്പോൾ വ്യക്തമാകുന്നില്ലല്ലോ ഒന്നും. എന്തായാലും ഹരിസാർ എന്നാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഹരിയെങ്കിലും ഒന്നും കൂടി അരുന്ധതി മേഡത്തെ കാണാൻ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതോടുകൂടി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കണേ. എന്തായാലും ദേവിക ഈ സമയത്ത് തകർന്നു പോകരുത്. ഇത്രയും നാളും പിടിച്ചു നിന്നില്ലേ, ഇനിയിപ്പോൾ ബന്ധവും സ്വന്തവും പറഞ്ഞ് ഒന്നിനും നിൽക്കണ്ട. ഒരു MLA എന്നുള്ള നിലയ്ക്ക് എന്തിനേയും നേരിടാൻ തയ്യാറായി നിൽക്കണമെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, എനിക്കത് അറിയാം ആൻറ്റി. ഇനിയിപ്പം എൻ്റെ മനസ്സ് കുറച്ചൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നന്ദു എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയെങ്കിന്ന്. എന്തായാലും കുറച്ച് നാൾ ഞങ്ങൾ സ്നേഹിച്ച് ജീവിച്ചതല്ലേ. എന്നെ എല്ലാ ദുഃഖത്തിലും ചേർത്ത് നിർത്തിയ ആളാണ്. എൻ്റെ എല്ലാ സന്തോഷത്തിനും കാരണക്കാരനായവൻ ഇപ്പം കുറച്ച് പ്രശ്നങ്ങളാണെങ്കിലും എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ ഇതുകൊണ്ടായിരിക്കും നന്ദു രക്ഷപ്പെടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കണേന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, ഇനി മോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, മോളൊരു ഉറച്ച നിലപാടിൽ നിൽക്കണമെന്ന് പറയുമ്പം ഞാൻ തിരിച്ച് നന്ദുവിൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലണമെന്നൊന്നും ആഗ്രഹിക്കുള്ള ആൻറ്റി. ചന്ദ്രോത്തുള്ളവർ ഇപ്പോൾ ആകെ വിഷമത്തിൽ, അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത. ഈ സമയത്ത് അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ട സഹായം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന്. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട്, ഇതിനു മുന്നേ നന്ദനെ ഞാൻ ഉപദേശിച്ചായിരുന്നു. അപ്പോൾ നന്ദൻ എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. പിന്നീട് ഞാൻ കഴിഞ്ഞ ദിവസം ചന്ദ്രോത്ത് ചെന്നപ്പോൾ അതിനെല്ലാം ചേർത്ത് നന്ദൻ എന്നോട് മാപ്പ് പറഞ്ഞു. പക്ഷെ മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ മോളെ. അന്ന്
ബാലു ഓരോ തെറ്റുകൾ ചെയ്തപ്പം എനിക്ക് ബാലുവിനോട് ഭയങ്കര പകയായിരുന്നു. പിന്നീട് ബാലുവിൻ്റെ ഡയറി വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി വിവാഹത്തിന് മുമ്പ് ബാലു അറിയാതെ സംഭവിച്ചു പോയ ഒരു തെറ്റാണ്. അതുകൊണ്ട് ഞാൻ ആ ആത്മാവിന് പുറത്തു കൊടുത്തു. പക്ഷേ നന്ദൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. വിവാഹം കഴിഞ്ഞ് നീ ഭാര്യയായി കൂടെ ഉള്ളപ്പോൾ തന്നെയല്ലേ നന്ദൻ പലതും നിന്നിൽ നിന്ന് മറച്ചു വയ്ക്കുകയും പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്തത്. അതൊന്നും അങ്ങനെ പൊറുക്കാൻ പറ്റിയ കാര്യമില്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ശാരിക പറയും പോലെ തന്നെ ആൻറ്റി പറയണേ. എന്തായാലും നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങാമെന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. പിന്നെ ഉള്ളതെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഋഷീനെയാണ്. ഋഷിയുടെ ഫോണിലോട്ട് ഇസബെല്ല വിളിക്കുകയാണ്. ഫോൺ എടുത്തതും എന്താ ബെല്ല എന്ന് ചോദിക്കുമ്പം, എന്നാലും ഋഷി നിന്നെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു, എന്താ ബെല്ല കാര്യം എന്ന് ചോദിക്കുമ്പം, ഇന്ന് നിൻ്റെ അമ്മ ചന്ദ്രോത്ത് ചെന്ന് ഭയങ്കര സീനൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അമ്മയുടെ അഭിനയം ഭയങ്കര അഭിനയമായിരുന്നു എന്ന് അവിടെയുള്ളവരെല്ലാവരും ഭയന്നിരിക്കുമോ, അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം നിനക്കാന്ന് പറയുമ്പം, അത് അമ്മ പോകാൻ ആദ്യം മടിച്ചതാ, പിന്നെ എൻ്റെ ഭീഷണിക്ക് വഴങ്ങി അമ്മ അത് ചെയ്യാൻ തയ്യാറായത്. എന്നാലും അമ്മ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അമ്മ അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. ചന്ദ്രോത്തുള്ളവരെ എല്ലാവരെയും പേടിച്ച് വിറപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കണേ, ഇനി ആ ജഡ്ജിനോട് ഇങ്ങോട്ട് വരരുതെന്ന് താക്കീതും ചെയ്തിട്ട് അമ്മ വന്നേന്ന് പറയുമ്പം ഇസബെല്ല പറയുന്നുണ്ട്, എന്തായാലും ഞാനും നീയും കെവിനും ഉദ്ദേശിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും, നമ്മൾ വിജയിക്കും, അതൊന്നും ഓർത്തിന് നീ ടെൻഷൻ ആവണ്ടാന്ന്. ആ സമയത്ത് നമ്മളുടെ ഋഷിയാണെങ്കിൽ ബാൽക്കണിയിലാണ് നിൽക്കണം. അങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുമ്പം ഒരു കാറ് വരുന്നത് കാണുന്നുണ്ട്. കാറ് കണ്ടതും ഈ ഋഷിയാണെങ്കിൽ വേഗം അകത്തേക്ക് കയറിയിട്ട്, ബെല്ല ഞാൻ പിന്നെ വിളിക്കാം, നീ ഇപ്പോൾ ഫോൺ വെക്കുമെന്ന് പറയണു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയും കെവിനെയാണ്. ശാരിക കെവിനോട് പറയുന്നുണ്ട്, എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് കെവിൻ ചേട്ടാ നന്ദേട്ടൻ്റെ കാര്യത്തിൽ. നന്ദേട്ടൻ ഋഷീനെ കൊന്നു എന്ന് പറയണു. പക്ഷേ ഹരിയങ്കൾ ആ അരുന്ധതി മേടത്തെ ചെന്ന് കണ്ടപ്പം അവർക്ക് ആ വിധ ടെൻഷനോ സങ്കടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹരിയങ്കൾ കേസുമായിട്ട് മുന്നോട്ട് പോണ കാര്യം പറഞ്ഞപ്പോഴും അരുന്ധതി മേഡം വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. എന്തായാലും സ്വന്തം മോനെ കാണാണ്ടായി എന്ന് കേട്ടിട്ട് ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കാൻ ചെല്ലുമ്പം ഏതൊരമ്മയും അയാളോട് മാന്യമായി പെരുമാറില്ലേ, അതുപോലെ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം പറയുമ്പം സഹായിക്കാൻ ചെന്ന ആളോട് അതനുസരിച്ച് സഹകരിക്കൂലേ. പക്ഷേ അരുന്ധതി മേഡത്തിന് അങ്കിൾ ചോദിച്ചതുപോലും ഇഷ്ടമായില്ല. അരുന്ധതി മേഡം നല്ല രീതിയിൽ പെരുമാറിയില്ല. കേസിൻ്റെ കാര്യം പറഞ്ഞിട്ടും അത്ര താല്പര്യമൊന്നും കാണിച്ചില്ല. അതിൽ നിന്നും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഋഷിയെ കണ്ടുപിടിക്കണമെന്ന് മേഡത്തിന് അത്ര നിർബന്ധമൊന്നുമില്ല എന്നല്ലേ അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പിന്നീട് ഇന്നിപ്പോൾ അരുന്ധതി മേഡം ചന്ദ്രോത്ത് വന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഇതൊന്നും അങ്ങോട്ട് യോജിച്ച് പോണില്ലല്ലോ കെവിൻ ചേട്ടാ, കെവിൻ ചേട്ടന് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോയെന്ന് ചോദിക്കണം. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, ഷാരി നീ എന്താ ഈ പറയണേ, എനിക്ക് എന്ത് പകന്നൊക്കെ പറഞ്ഞിങ്ങനെ വെപ്രാളം പിടിക്കുമ്പം ഷാരികയ്ക്ക് ഈ കെവിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം തോന്നുന്നുണ്ട്. എന്നിട്ട് ഷാരിക ചോദിക്കുന്നുണ്ട്, അല്ല കെവിൻ ചേട്ടൻ ഈ കൊലപാതകത്തിന് നന്ദേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നോന്ന് എനിക്ക് സംശയം എന്ന് പറയുമ്പം, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കെവിനാണെങ്കിൽ ഇനി നന്ദൻ ഇവരോട് സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവോ, അങ്ങനെയാണെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞു എന്നാവൂലേ. എന്തായാലും തന്ത്രപരമായിട്ട് ഡീൽ ചെയ്യണമെന്ന് വിചാരിച്ച് എന്നോട് ഇങ്ങനെയൊന്നും സൂചിപ്പിച്ചിരുന്നു, ഞാൻ ഒരാളെ കൊന്നു എന്ന് തമാശ രീതിയിലാണ് പറഞ്ഞത്. ഞങ്ങളത് അത്ര കാര്യമാക്കിയൊന്നുമില്ല, വെറുതെ തമാശ പറയണയാന്നോർത്ത് ഞാൻ വിട്ട് കളിയോ ചെയ്തേന്നു. അങ്ങനെ നേരം ഈ ശാരിക പറയുന്നുണ്ട്, എന്താ കെവിൻ ചേട്ടാ, കെവിൻ ചേട്ടൻ എന്തെങ്കിലും മറക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ശാരിക ഞാൻ എന്ത് മറക്കാനാന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല കെവിൻ ചേട്ടനോട് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ നന്ദേട്ടന് സഹായത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് കണ്ടുപിടിക്കണമെന്ന്, എന്നിട്ട് കെവിൻ ചേട്ടൻ ഇന്ന് വരെയും അത് കണ്ടുപിടിക്കുകയോ എന്നോട് പറയുകയോ ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ കെവിനാണെങ്കിൽ വീണ്ടും നിന്ന് പരുങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ ശാരികയ്ക്ക് നല്ല സംശയം തോന്നുന്നുണ്ട്. എന്നിട്ട് ശാരിക വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് കെവിൻ ചേട്ടൻ നന്ദേട്ടനോട് സംസാരിച്ച് നന്ദേട്ടനെ സഹായിച്ച ആളാന്ന് കണ്ടുപിടിച്ച് തന്നെ. എന്തായാലും നന്ദേട്ടൻ ഒറ്റയ്ക്ക് ഇത് ചെയ്തു എന്ന് പറയുന്നത് ഞങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഹരിയങ്കളിന് പല സംശയങ്ങളും ഉണ്ട്. എത്രയും പെട്ടെന്ന് ഹരിയങ്കൾ അതെല്ലാം കണ്ടെത്തും. എന്തായാലും നന്ദേട്ടൻ നിയമത്തിൻ്റെ മുന്നിൽ കീഴടങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചേക്കണേന്ന്. ആ സമയത്ത് കെവിനാണെങ്കിൽ ആകെ വെപ്രാളാവുന്നുണ്ട്. എന്നിട്ട് ഈ ശാരിക ആ വെപ്രാളം കണ്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഈ നന്ദേട്ടൻ്റെ കൊലപാതകത്തിൻ്റെ കാര്യം പറയുമ്പോൾ കെവിൻ ചേട്ടൻ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടണേ, കെവിൻ ചേട്ടൻ്റെ വെപ്രാളം കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ടെന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്, എന്താ ശാരി നീ ഈ പറയണത്, അങ്ങനെ സംശയിക്കൊന്നും വേണ്ടാന്ന് പറയുമ്പം എന്തായാലും ഞാൻ അധികം വൈകാതെ തന്നെ കെവിൻ ചേട്ടനെ എന്തെങ്കിലും മറക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിരിക്കും. ഞാൻ ചെറുതായിട്ടൊരു CID പണിയൊക്കെ നടത്തുന്ന ആളാണ്, എന്തായാലും ഞാനിപ്പോൾ പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് ഷാരി പോകുമ്പം കെവിനാണെങ്കിൽ ശാരികയെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പുറകെ പോകുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഋഷിയാണെങ്കിൽ അകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, കാറിൽ വന്നിറങ്ങിയത് ആരാന്ന്. അപ്പോൾ ഋഷിക്ക് അത് ആരാന്ന് മനസ്സിലാവണില്ല. പിന്നീട് നമ്മളുടെ ഹരിയേട്ടനാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി അരുന്ധതിയുടെ വീട്ടിലോട്ട് കയറുന്നുണ്ട്. അങ്ങനെ അരുന്ധതിയുടെ അടുത്ത് ചെന്നതും ഈ അരുന്ധതി ആണെങ്കിൽ ആകെ വെപ്രാളത്തിലാണ്. അരുന്ധതിക്ക് ഇയാളോട് എന്ത് പറയണമെന്നോ ചോദിക്കണമെന്നോ ഒന്നും അറിയാത്തൊരു അവസ്ഥയെ തന്നെയാണ്. സത്യങ്ങളെല്ലാം അരുന്ധതിക്ക് അറിയാവുന്നതുകൊണ്ട് ഇയാൾ അരുന്ധതിയുടെ കള്ളത്തരം കൈയോടെ പിടിച്ചെങ്കിലോ എന്നുള്ള പേടിയിൽ ഇങ്ങനെ നിൽക്കുമ്പം ഈ ഹരിയങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താ അരുന്ധതി ഇന്ന് ചന്ദ്രോത്ത് ചെന്നെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ, സാർ ഇരിക്കുക, സാറിന് ഞാൻ ചായയോ കോഫി എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും വേണ്ട അരുന്ധതി, അന്ന് ഞാനിവിടെ വന്ന അരുന്ധതിയായിട്ട് സംസാരിച്ചപ്പം അരുന്ധതിക്ക് വലിയ ടെൻഷനോ പ്രയാസമോ ഉള്ളതായിട്ട് തോന്നിയില്ല. അതുമാത്രമല്ല ഞാൻ കേസിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പം അരുന്ധതി വലിയ താല്പര്യം കാണിച്ചില്ല. ഞാൻ PM-ൻ്റെ ഓഫീസിലേക്ക് അയക്കാനുള്ള പരാതി ഡ്രാഫ്റ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അരുന്ധതിയുടെ അനുവാദം കിട്ടിയാൽ മതി അത് അയക്കാം. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അതിനൊന്നും സാറ് ബുദ്ധിമുട്ടണ്ട, എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ മകൻ്റെ കാര്യമല്ലേ, സാർ എന്തിനാ അതിനുവേണ്ടി ബുദ്ധിമുട്ടണേന്ന് ചോദിക്കുമ്പം ഈ ഹരിയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അരുന്ധതി പറയണത്, ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ട, ഋഷിയുടെ കേസ് ഞാൻ അന്വേഷിക്കണ്ടെന്ന് തന്നെയല്ലേ, അത് അരുന്ധതി പറയാതെ പറയുമല്ലേ ചെയ്തത്. എന്തായാലും അരുന്ധതിനെ അന്ന് ഞാൻ കണ്ടപ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ലെങ്കിലും ഇന്ന് ചന്ദ്രോത്ത് ചെന്ന അരുന്ധതി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. എന്തായാലും അരുന്ധതിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അരുന്ധതി അത് സമാധാനത്തോടു കൂടി കേൾക്കണം. ആ സമയത്ത് അരുന്ധതിക്കാണെങ്കിൽ വലിയ ഭാവഭേദമൊന്നുമില്ല. കാരണം ഇയാൾ എന്ത് പറഞ്ഞാലും അരുന്ധതിയെ അത് ബാധിക്കില്ലല്ലോ, ഋഷിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അരുന്ധതിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അരുന്ധതി പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ലാതെ എന്താ സാർ എന്താണെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്കത് പറയാൻ കുറച്ച് വിഷമമുണ്ട്. ഒരമ്മയുടെ മുഖത്ത് നോക്കി ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യം ഞാൻ പറയാൻ പോണത്. എന്തായാലും ഇനി അരുന്ധതി കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന്. ഈ സമയത്തും അരുന്ധതിക്ക് വലിയ ഭാവഭേദമൊന്നുമില്ല. ഈ ഹരിയങ്ങൾ അരുന്ധതിയോട് സംസാരിക്കുമ്പോഴൊക്കെയും അരുന്ധതിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണമുണ്ട്. എന്നിട്ട് എന്താ സാറെന്ന് ചോദിക്കുമ്പം എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഇനി അരുന്ധതിയുടെ മകനെ കാത്തിരിക്കണ്ടെന്ന്. ആ സമയം അരുന്ധതി എന്താണെന്നോ വെപ്രാളപ്പെടുവോ വിഷമിക്കുകയോ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പം ഹരിയങ്ങൾ പറയുന്നുണ്ട്, ഋഷി ഇപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കണില്ല, ഋഷി കൊല്ലപ്പെട്ടു, ഋഷിയെ കൊന്നത് ചന്ദ്രോത്ത സിദ്ധാർത്ഥൻ്റെ മകൻ നന്ദനാണ്. ഈ സമയത്ത് അരുന്ധതിക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല. കാരണം ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അരുന്ധതിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അരുന്ധതി ഇങ്ങനെ ആകെ വെപ്രാളത്തോടു കൂടി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനാണ്. പ്രഭാവതി ആണെങ്കിൽ നന്ദനോട് വന്നിട്ട് പറയുന്നുണ്ട്, നന്ദ ഇനി എന്ത് ചെയ്യും, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുമല്ലോ, ഹരിയങ്ങൾ ഇന്ന് അരുന്ധതിയെ കാണാൻ പോയിട്ടുണ്ട്, അരുന്ധതിയിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ടെന്നാണ് ഹരിയേട്ടൻ പറഞ്ഞത്. എന്തായാലും ഇന്നത്തോടുകൂടി ഈ കാര്യത്തിനൊരു തീരുമാനം ഹരിയേട്ടൻ ഉണ്ടാക്കും. ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട്, ഹരിയങ്ങൾ എന്താ ഉദ്ദേശിക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല അമ്മേ, വീണ്ടും അരുന്ധതി മേടത്തെ കാണാൻ പോണേ എന്തിനാന്ന് ചോദിക്കുമ്പം ഹരിയേട്ടന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് നന്ദ, അതുകൊണ്ടാണ്. എന്തായാലും ഹരിയേട്ടൻ ഇന്നത്തോടുകൂടി കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കുമെന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, എന്ത് തീരുമാനം ഉണ്ടാക്കുമെന്ന് അമ്മ പറയണേ, നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണ്ടേടാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഓർത്ത് അമ്മ ടെൻഷനാവണ്ട, നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകാനാണ് എനിക്ക് താല്പര്യം, എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ ഏറ്റെടുത്തോളാം, അതോർത്ത് അമ്മ വിഷമിക്കാതിരുന്നാൽ മതി, അമ്മ വിഷമിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പ്രഭാവതി നന്ദനോട് ചോദിക്കുന്നുണ്ട്, നന്ദ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആദ്യം മുതൽ അവസാനം വരെ നിനക്ക് സഹായത്തിനായിട്ട് കെവിൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഹരിയേട്ടനോട് പറയട്ടെ. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, വേണ്ടമ്മേ അതൊരിക്കലും പറയരുത്, നമ്മളെ സഹായിച്ചവരെ ചതിക്കണത് ശരിയല്ലല്ലോ, ഇനി ഞാൻ കാരണം അവരുടെ ജീവിതവും കൂടെ തുലയ്ക്കണേ എന്തിനാമ്മേ, എന്തായാലും ഞാനെല്ലാം ഏറ്റെടുത്തോളാം, അമ്മ സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞ് നന്ദൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ നന്ദനോട് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും അടുത്ത എപ്പിസോഡോടുകൂടി ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം എല്ലാവരെയും ഹരിയേട്ടൻ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.